നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഏകദേശം 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ബുധദശാകാലത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊരു പൂരുരുട്ടാതി നക്ഷത്ര ജാതകനും വ്യാഴദശാകാലത്തിലാണ് ജനിക്കുന്നത്. വ്യാഴദശയുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 16 വർഷമാണ്. എന്നാൽ എല്ലാ പൂരുരുട്ടാതി നക്ഷത്രജാതരും ഒരേ സമയത്തല്ല ജനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ വ്യാഴദശാകാലം, പ്രാരംഭ ദശാകാലം എന്ന് പറയുന്നത് 16 വർഷം തന്നെ അവർക്ക് കിട്ടണമെന്നില്ല. അത് ചിലപ്പോൾ 16 ദിവസമാകാം, 7 മാസമാകാം, 8 വർഷമാകാം. അങ്ങനെ വിവിധ തരത്തിലുള്ള മാറ്റം അതിൽ വരാവുന്നത് കൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് 16 വർഷത്തിൻ്റെ പാതി 8 വർഷം വ്യാഴദശാകാലം എന്നൊരു കണക്കൂടൽ നടത്തുക. അപ്പോൾ ഏതൊരു പൂരുരുട്ടാതി നക്ഷത്രജാതകനെ സംബന്ധിച്ചും അവൻ്റെ ജനന ദിവസം മുതൽ ഏകദേശം 8 വയസ്സ് വരെ വ്യാഴദശയും 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ശനിദശയുമായിരിക്കും. ശനിദശ 19 വർഷമാണ്. തുടർന്ന് 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധൻ 17 വർഷം. ഈ ബുധദശാകാലം ഒരു പൂരുരുട്ടാതി നക്ഷത്രജാതകനെ സംബന്ധിച്ച് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചാൽ ഏതൊരു പൂരുരുട്ടാതി നക്ഷത്രജാതൻ്റെയും ജാതകത്തിൽ ബുധൻ ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് ഗുണദോഷ ഫലങ്ങൾ പറയാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ ചുരുക്കത്തിൽ ലളിതമായി ബുധൻ ശുഭനായിട്ട് വന്നാൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകാനിടയുള്ളത്, ബുധൻ അശുഭനായിട്ട് വന്നാൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് നൽകാനിടയുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബുധൻ ശുഭനാണെങ്കിൽ, ജാതകപ്രകാരം ബുധൻ ശുഭനാണെങ്കിൽ ബുധദശാകാലം പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ഏകദേശം 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ബുധദശാകാലം എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തികമായിട്ടൊരു അടിസ്ഥാനം ഉണ്ടാക്കി നൽകാൻ പര്യാപ്തമാകുന്നതായിരിക്കും. കാരണം ജ്യോതിഷത്തിൽ നമ്മൾ ബുധനെ വിദ്യാകാരകൻ, അല്ലെങ്കിൽ എഴുത്തിൻ്റെ നാഥൻ, സാഹിത്യത്തിൻ്റെ നാഥൻ, കലയുടെ നാഥൻ എന്നിങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബുധൻ അനുകൂലനാണെങ്കിൽ പുരോഗതി പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് പോലും നിർത്തിയിരുന്ന വിദ്യാഭ്യാസം തുടർന്ന് പൂർത്തീകരിക്കുവാൻ ബുധദശാകാലത്തിൽ സാധിക്കും. വിദ്യാഭ്യാസം കൊണ്ട് ജോലി കിട്ടിയിട്ടില്ല എന്ന അവസ്ഥയാണെങ്കിൽ ബുധദശാകാലം ആരംഭിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി സാധ്യത ലഭിക്കും, വരുമാന മാർഗമുണ്ടാകും. അതുപോലെ തന്നെ അറിവ് വർദ്ധിക്കുക. ഏതെങ്കിലും പഠനം നിർത്തി, വളരെ വർഷങ്ങൾക്ക് മുമ്പ് പഠനം നിർത്തി, ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണം, അറിയണമെന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള അറിവ് സമ്പാദിക്കുവാനുള്ള അവസരം കിട്ടും. കാരണം കൂടുതൽ ആളുകളും ഈ ബുധദശാകാലത്തിലാണ് ഈ PhD പോലെയുള്ള സംഗതികളൊക്കെ എടുക്കുന്നത്, വിദേശത്ത് പോയി പഠിക്കാൻ സാധിക്കുന്നത്, ഏതെങ്കിലും കോഴ്സുകൾക്ക് ചേരാൻ സാധിക്കുന്നത്. ഉദാഹരണം, കമ്പ്യൂട്ടർ കോഴ്സിന് ചേരുമെന്ന് വിചാരിക്കുക. ബുധദശാകാലത്തിൽ അങ്ങനെയുള്ള അറിവുകൾ സമ്പാദിക്കുവാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ വിഷയമായിട്ട് വിദ്യാഗുണം കൊണ്ട് തന്നെ തൊഴിൽ സാധ്യതയുണ്ട്. തൊഴിൽ സാധ്യത ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാമ്പത്തിക ലാഭം ഉണ്ടാകും, സാമ്പത്തിക ഭദ്രത. അപ്പോൾ ഭൂമി ലാഭം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് ഗൃഹനിർമ്മാണം, വീട് നിർമ്മാണം നടക്കും. വാഹനങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വിവാഹ ബന്ധം വന്നു ഭവിക്കുന്നതാണ്. വിവാഹ ലബ്ധി ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. കുടുംബത്തിൽ സൽപുത്ര ജനനം, സൽപുത്രനോ പുത്രിയോ, പുത്രനെയാണ് കൂടുതൽ സാധ്യത. അപ്പോൾ സൽപുത്ര ജനനം ഉണ്ടാവാം, അല്ലെങ്കിൽ സൽപുത്രി ജനിക്കുന്ന തരത്തിലേക്ക് വരാം. സ്വർണ്ണാഭരണങ്ങളുടെയും രത്നങ്ങളുടെയും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളുടെയും ലാഭം. പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിൽ സന്ദർശിക്കേണ്ട വരിക, പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ സ്വന്തമാക്കാനിട വരിക. അതുപോലെ തന്നെ പച്ചപ്പനന്തത്തെ പോലുള്ള പക്ഷികളുമായിട്ട് സമ്പർക്കം വരിക, അല്ലെങ്കിൽ അവയോടൊരു താല്പര്യം വരിക. നാടകം, കഥയെഴുത്ത്, നാടകം, ഗാനരചന, സിനിമ, നാടകം തുടങ്ങിയിട്ടുള്ള കലാ, സാഹിത്യ, സംഗീത മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ പറ്റുക. അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൂടുതലായിട്ട് കഴിവ് തെളിയിക്കുക. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബഹുമതികൾ നേടിവരിക.
അതുപോലെ തന്നെ വളരെ നന്നായിട്ട് എഴുതാനും പ്രസംഗിക്കുവാനും സാധിക്കുക. ഏത് കാര്യവും കേൾവിക്കാരെ അല്ലെങ്കിൽ കാഴ്ചക്കാരെ അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ പറഞ്ഞു പ്രതിഫലിപ്പിച്ച് ഫലിപ്പിക്കുവാനുള്ളൊരു വിശേഷപ്പെട്ട കഴിവ്. അതിലെടുത്ത് പറയേണ്ടത് ഹാസ്യാത്മകമായിട്ടുള്ള സംഭാഷണ ചാതുര്യം. ഏത് കാര്യത്തിലും അല്പം തമാശ കലർത്തി പറഞ്ഞ് സദസ്സിനെ കയ്യിലെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു കഴിവ് ഒക്കെ തന്നെ അനുകൂലനാകുന്ന ബുധൻ്റെ ദശാകാലത്തിൽ പ്രതീക്ഷിക്കാം. വിദേശവാസയോഗമുണ്ട്. പാശ്ചാത്യ ഭാഷ സംസാരിക്കുന്ന ദേശത്ത് പോയി പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ ഒക്കെ ഉള്ള സാധ്യതയും ബുധദശാകാലത്ത് ഏറ്റവും കൂടുതൽ വരാം. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ ബുധൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് നീചമാണെങ്കിൽ, ദോഷഫലം നിറഞ്ഞതാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾക്കെല്ലാം വിപരീത ഫലം ഉണ്ടാകും. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ പരാജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സംസാരിക്കുന്നതിൽ തെറ്റുകൾ പറ്റാം, എഴുതുന്നതിൽ തെറ്റുകൾ പറ്റാം. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ മറിച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വളരെ അനുകൂലമായിട്ട് പറയുന്ന പല കാര്യങ്ങളും പ്രതികൂലമായിട്ട് ഭവിച്ചേക്കാം. എല്ലാ കാര്യത്തിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലതും അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകും. കുടുംബപരമായിട്ട് തന്നെ പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് തന്നെ വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥാന ഭ്രംശം, സ്ഥലം മാറ്റം, തൊഴിൽ മേഖലയിലൊരു സ്വസ്ഥതയില്ലായ്മ, ശത്രുക്കളുടെ വർധനവ്, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യത്തിലേക്ക് പോകും. അതുപോലെ തന്നെ അസഭ്യം പറയുക, സഭ്യമല്ലാതെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക, അസത്യം പറയുക, കടബാധ്യതകൾ വർദ്ധിക്കുക, ആഡംബര പ്രമദം കൊണ്ട് തന്നെ കടബാധ്യതയിലേക്ക് നീങ്ങി കടം കൊണ്ട് നെട്ടത്തിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക. ഏത് കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ഒരു ബുദ്ധിമുട്ട്, അവനവൻ്റെ നാക്കും വാക്കും കൊണ്ട് ഏതെങ്കിലും തരത്തിലേക്കുള്ള പ്രതിസന്ധിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ ബുധൻ ശുഭനാണെങ്കിൽ നമുക്ക് രാജകീയ തുല്യമായിട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും. ബുധൻ അശുഭാവസ്ഥയിലാണെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ നാക്കും വാക്കും കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അതായത് ബുധൻ പ്രതികൂലനാകുന്ന അവസ്ഥയിൽ സംസാരശേഷി നഷ്ടപ്പെടുന്ന രോഗദുരിതങ്ങൾ വരെ ഉണ്ടാവാം. സംസാരശേഷി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള രോഗദുരിതങ്ങൾ, അമ്മയുടെ ബന്ധുജനങ്ങൾക്ക് നമ്മളോടൊരു എതിർപ്പ്, വിരോധം, ഇങ്ങനെയൊക്കെ ഉള്ള ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. അനുകൂലനാകുന്ന ബുധൻ്റെ കാലത്ത് അമ്മാവൻ്റെ സ്വത്തുക്കൾ പോലും നമ്മുടെ കൈവശം വരാനുള്ള സാധ്യതയും, സംസാര ചാതുര്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബുധൻ അനുകൂലമോ പ്രതികൂലമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു കാര്യത്തിലും ബുധൻ്റെ ദശാകാലത്തെ വിലയിരുത്താൻ. അതല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റാം. ഇനി ഏതെങ്കിലും തരത്തിൽ യോഗകാരകനാണ് ബുധനെങ്കിൽ ജാതകപ്രകാരം ഉന്നത സ്ഥാനമാന ലബ്ധി, രാഷ്ട്രീയത്തിലോ അധികാര സ്ഥാനങ്ങളിലോ ഒക്കെ ഉന്നത സ്ഥാനമാന ലബ്ധി അപ്രതീക്ഷിതമായിട്ട് പോലുള്ള, ചിലരൊക്കെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മത്സരിക്കാതെ നിൽക്കുന്ന ഒരു സുപ്രഭാതത്തിൽ MP-യോ MLA ഒക്കെ ആയി മാറാറില്ലേ എന്ന് പറയുന്നത് പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉന്നത സ്ഥാനമാന ലബ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ കോടീശ്വര യോഗം കൂടെ ചേർന്ന് വരാം ബുധൻ ശുഭനാണെങ്കിൽ. നറുക്കെടുപ്പുകൾ, സമ്മാന പദ്ധതികൾ, മത്സരങ്ങൾ, ഇവയിലൊക്കെ വിജയിച്ച് വൻ തുക കരസ്ഥമാക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സർഗശേഷിയുടെ പ്രകടനം വളരെ മികവുറ്റതാകിയാൽ അതുകൊണ്ടുണ്ടാകുന്ന അംഗീകാരവും അതിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക ലാഭവും, ഇങ്ങനെ ബുധൻ ഗുണവാനാണെങ്കിൽ, ബലവാനാണെങ്കിൽ, ശുഭനാണെങ്കിൽ ഒരാളെ ആകാശത്തോളം ഉയർത്താൻ പറ്റുന്ന തരത്തിലേക്ക് ബുധനെ സ്വാധീനിക്കാൻ സാധിക്കും. ബുധൻ പ്രതികൂലനാണെങ്കിൽ ചർമ്മസംബന്ധമായ രോഗം മുതൽ കുഷ്ഠരോഗങ്ങൾ വരെയുള്ള തരത്തിൽ, അല്ലെങ്കിൽ പുഴുക്കടി, ചൊറിച്ചിൽ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ മുതൽ നമുക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള ഒരു രോഗദുരിതത്തിലേക്ക് നയിക്കുവാൻ ബുധന് കഴിയും എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം. അപ്പോൾ ബുധദശാകാലം എങ്ങനെയാണെന്ന് നോക്കണം. കാരണം സാമ്പത്തിക ബാധ്യതകളുണ്ട്, നമുക്ക് നഷ്ടം തിരിയാൻ പറ്റുന്നില്ല.
കടബാധ്യതകൾ സംബന്ധിച്ച് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നമുക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നമ്മൾ എന്ത് മറുപടി പറഞ്ഞാലും അതിനൊക്കെ ഇല്ലാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ച് നമ്മളോട് കലഹത്തിനുമൊക്കെ ആളുകൾ വരുന്ന ഒരു കാലഘട്ടമൊക്കെ ആണെങ്കിൽ ബുധൻ പ്രതികൂലത്തിലാണ്, ബുധദശാകാലമാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പ്രതികൂലനാകുന്ന ബുധൻ്റെ ദശാകാലത്തിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ദോഷപരിഹാരങ്ങളാണ് ജ്യോതിഷപരമായിട്ട് വിധിക്കാൻ സാധിക്കാമെന്ന് വെച്ചാൽ, ബുധൻ പിഴച്ചാൽ ശ്രീകൃഷ്ണ ഭജനമാണ് ജ്യോതിഷം വിധിക്കുന്നത്. ബുധനാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തുളസിമാല സമർപ്പിക്കുക, തുളസി ദളം കൊണ്ടുള്ള അർച്ചന, പിന്നെ നെയ്വിളക്കോ പാൽപ്പായസമോ ഒക്കെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാം. തുളസി ദളം ബുധദോഷം അനുഭവിക്കുന്നവർ ബുധനാഴ്ച ദിവസം ശിരസിൽ ചൂടുന്നത് നല്ലതാണ്. ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ബുധനാഴ്ച ദിവസം ധരിക്കുന്നത് നല്ലതാണ്. പച്ച നിറത്തിലുള്ള പൊട്ട്, കമ്മൽ, മാല തുടങ്ങിയവ ധരിക്കുന്നത് ബുധദശാകാലത്തിൽ നല്ലതാണ്. പച്ചപ്പനന്തത്തെ എന്നൊക്കെ പറയുന്നത് പോലെ തത്ത പക്ഷിക്ക് ചെറുപയർ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഈ ദാനം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു തത്തപ്പക്ഷിയെ വാങ്ങിച്ച് കൂട്ടിലിട്ട് അടച്ചിട്ട് അതിനെ ചെറുപയർ കൊടുത്ത് ദാനമാകുമെന്നാണ്. ഒരിക്കലുമല്ല. കൂട്ടിലടയ്ക്കപ്പെടാൻ പാടില്ല. സ്വതന്ത്രമായിട്ട് നടക്കുന്നതായിരിക്കണം അത്. യാദൃച്ഛികമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തോ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ വരികയാണെങ്കിൽ, കാണുകയാണെങ്കിൽ, നിങ്ങൾ 1-2 ദിവസം തുടർച്ചയായിട്ട് ചെറുപയർ അതിനിട്ട് കൊടുത്താൽ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങും. അതിൽ പൂച്ച, പട്ടി തുടങ്ങിയിട്ടുള്ള ജന്തുക്കളുടെയൊക്കെ കയ്യിൽപ്പെട്ടതിന് ജീവഹാനി സംഭവിക്കാത്ത രീതിയിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇവയൊന്നും വരാത്ത പ്രദേശത്തോ പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസങ്ങളിലെങ്കിലും ചെറുപയറൊക്കെ ദാനം ചെയ്യുന്നതും അതുങ്ങൾക്ക് വിതറി കൊടുക്കുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ജ്യോതിഷം വിധിക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഈ ഒരു ബുധദശാകാലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് പൂരുരുട്ടാതിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. പൂരുരുട്ടാതിക്കാരുടെ തുടർന്നുള്ള ദശാകാലങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഇതിന് പിന്നാലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം.